തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാതിരാപ്പള്ളി വാർഡിലാണ്. UDF സ്ഥാനാർത്ഥി. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് സജീവമാറാണ്. എന്റെ നാട്ടിലെല്ലാവരും ഉണ്ണി എന്നാണ് വിളിക്കുന്നത്. ഉണ്ണി എന്നാണ് വിളിക്കുന്നത്. ഉണ്ണി, നല്ല പേര്. ഓക്കെ. അപ്പൊ അത് തന്നെയാണ് ബാലറ്റ് പേപ്പറിനകത്ത് സജീവമാർ SP എന്നും ഉണ്ണി എന്നും അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ചിഹ്നം ഏതാണ്? ചിഹ്നം കൈപ്പത്തി. ഓക്കെ. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മത്സരരംഗത്ത് ആദ്യമായിട്ടാണ്? മത്സരരംഗത്ത് ആദ്യം. തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ. ജയിച്ചു വന്ന 5 വർഷക്കാലം, ഇത് ജയിക്കുകയാണെങ്കിൽ താങ്കൾ വരുന്ന 5 വർഷക്കാലം ഈ വാർഡിലേക്ക് വേണ്ടി താങ്കൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇപ്പം പ്രവർത്തന രംഗത്ത് ഇറങ്ങിയപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ഇറങ്ങിയപ്പം പല വീടുകളും ചോർന്നടിക്കുന്ന ഒരു സ്ഥിതിയും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന രീതിയിലും കാണുന്നുണ്ട്. അവരെല്ലാവരും എന്നോട് പറയുന്നത് ജയിച്ചു വന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരണം എന്നാണ് അവരാവശ്യപ്പെടുന്നത്. അതുപോലെ ഈ മലീമസമായ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു 7-8 വീട് ചില പ്രദേശത്തുണ്ട്. അത് ഈ നടന്നു പോകുമ്പം തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ ഇപ്പം പോയപ്പോൾ അവർ കഴിഞ്ഞ കാലങ്ങളിൽ ഇത് ചെയ്യാൻ വേണ്ടി ഒരു ഓടകെട്ട് നിർമ്മിക്കാൻ പറഞ്ഞിട്ട് ചെയ്യാത്തൊരു സ്ഥിതിയാണുള്ളത്. ആ സ്ഥിതിയെ അത് താങ്കൾ മാറ്റും. മറ്റെന്തൊക്കെയാണ് ആദ്യത്തെ പ്രിഫറൻസ് അത് കൊടുക്കും. അതുപോലെ തന്നെ എന്റെ വാർഡിലെ ഒരു അമ്മമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ നിവർത്തിയില്ല. ഞാൻ ചെന്നപ്പോൾ അവര് കരഞ്ഞുകൊണ്ട് എന്തോ പറയാണ്, മക്കളെ എനിക്ക് എന്തെങ്കിലും മാസം മക്കളെ തരണം. ഞാൻ ഇപ്പം ഇതിൻ്റെയൊക്കെ കോവിഡ് സമയത്തൊക്കെ പലരെയും സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ജയിച്ചാലും തോറ്റൊരു അമ്മയുടെ കാര്യം. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുതിയതായിട്ട് ചെയ്യാൻ അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഇതേ വാർഡിനകത്ത് തന്നെ ഡംപ് ചെയ്യാനുള്ള സംവിധാനം താങ്കൾ ചെയ്തു കൊടുക്കും? ഒരുക്കും. അപ്പൊ പിന്നെ ആളുകൾക്ക് വേണ്ടി ഒരുപാട് പ്രോജക്റ്റുകൾ മനസ്സിലുണ്ട്. അപ്പൊ ഇത് അതല്ലാതെ എന്തെങ്കിലും പുതിയതായിട്ട് നിർമ്മിക്കണമെന്നുണ്ടോ നമ്മൾ വാർഡിനകത്ത്? പറഞ്ഞ് ഓട നിർമ്മിക്കണം, അമ്മമ്മയ്ക്ക് മരുന്ന് മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. ലഹരി വിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹായത്തോടെ അല്ലെങ്കിൽ 2-3 റെസിഡൻസ് അസോസിയേഷനുകൾ ചേർന്ന് വാർഡിലെ ഏകദേശം എല്ലാ സ്ഥലത്തും നമ്മൾ CCTV ക്യാമറ സംഘടിപ്പിച്ച് നമ്മളെ കുഞ്ഞുങ്ങളെ ലഹരി വിരുദ്ധത്തിന് പദ്ധതിയിൽ നിന്നും ഒഴിവാക്കി നല്ല മാർഗത്തിലേക്ക് നടക്കാൻ വേണ്ടി ചെയ്യാൻ ഒരു മനസ്സിലൊരു പ്രോജക്റ്റ് ഉണ്ട്. പട്ടി ശല്യത്തിന് അറുതി വരുത്തുന്നതിന് വേണ്ടി കോർപ്പറേഷനുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്നൊക്കെയാണ് മനസ്സിലുള്ളത്. ഓക്കെ. എല്ലാവിധ വിജയാശംസകളും. ശരി. Chipmunks, are we?